ഞാനിന്ന് തയ്യാറാക്കിയിരിക്കുന്നത് ചോറിൻ്റെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെ അല്ലെങ്കിൽ പൊറോട്ടയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റോസ്റ്റാണിത്. സാധാരണ നമ്മൾ റോസ്റ്റിൻ്റെ കൂടെ മുട്ട കാണാറുണ്ടല്ലോ, അപ്പോൾ ഇത് മുട്ട ചേർക്കാതെ നല്ല ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കിടിലൻ ടേസ്റ്റുള്ളൊരു റോസ്റ്റാണിത്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ആ ലൈക്ക് ബട്ടണും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. കണ്ടതിന് ശേഷം ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഈ ഒരു റെസിപ്പിക്ക് വെളിച്ചെണ്ണ ആകുമ്പോൾ കുറച്ച് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. വെളിച്ചെണ്ണ ചേർക്കാൻ താല്പര്യം ഇല്ലാത്തവരാണെങ്കിൽ ഓയിൽ ചേർത്ത് കൊടുത്താലും മതിയാവും. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു 2 പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തിട്ട് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്നങ്ങ് സോട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് അതിലേക്ക് സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. വലിയ ഉള്ളി ഉണ്ടല്ലോ, അത്യാവശ്യം വലിയ ഉള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രയും ആവശ്യമുള്ളത് അത്രയും ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനിത് വലിയ ഉള്ളി ആയതുകൊണ്ടാണ് 2 ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഉള്ളി ഒന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഞാനൊന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഉള്ളി നല്ല പോലെ ഒന്ന് കുക്കായി കിട്ടണം, എന്നിട്ട് ഉടഞ്ഞ് കിട്ടുന്ന രൂപത്തിലാവണം കേട്ടോ, എന്നാലാണ് കറക്റ്റായിട്ടുള്ള ടേസ്റ്റും കാര്യങ്ങളും കിട്ടുള്ളൂ. അപ്പോൾ ഞാനിതൊന്ന് അടച്ച് വെക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷമാണ് പിന്നെ ഒന്ന് 5 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കുന്നത്. അപ്പോൾ ഈ സമയത്ത് ഈ ഒരു പരുവത്തിനായി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു 3/4 ഭാഗം ആയിട്ടുണ്ട് കേട്ടോ. ഒന്നുകൂടി ഒന്ന് കുഴഞ്ഞ് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊന്നുകൂടി ഒന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഉള്ളി നല്ല രീതിയിലൊന്ന് കുക്കായിട്ട് ഉടഞ്ഞ് കിട്ടണം കേട്ടോ, നല്ല ജ്യൂസി പോലെ ആയി കിട്ടണേ, എന്നാലാണ് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഒന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് അത്യാവശ്യം വലിപ്പമുള്ള ഒരു തക്കാളി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് അത്യാവശ്യം പുളിയുള്ള തക്കാളിയാണ് കേട്ടോ. ഞാനിത് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ടാണ് തയ്യാറാക്കുന്നത്, അതുകൊണ്ടാണ് പുളിയുള്ള തക്കാളി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചപ്പാത്തിൻ്റെ കൂടെ അല്ലെങ്കിൽ പൊറോട്ടേൻ്റെ ഒക്കെ കൂടെയാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ പുളിയുള്ള തക്കാളി എടുക്കുന്ന സമയത്ത് ഒരു പകുതി എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം അടച്ചു വെക്കുന്നുണ്ട്. ഒരു 2-3 മിനിറ്റ് നേരം അടച്ചു വെക്കുന്ന സമയത്ത് തക്കാളിയൊക്കെ നല്ല രീതിയിൽ കുക്കായി കിട്ടിക്കോളും. തക്കാളിയാണല്ലോ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടുമല്ലോ. അപ്പോൾ ഞാൻ തുറന്ന് നോക്കിയിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് തക്കാളി നല്ല രീതിയിലൊന്ന് കുക്കായി കിട്ടിയിട്ട് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂണ് മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ 1.5 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവില്ലാത്ത മുളക് പൊടി ആയതുകൊണ്ടാണ് കേട്ടോ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എരിവ് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് കൂട്ടും കുറക്കും ചെയ്യാം. പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ചിക്കൻ മസാലയ്ക്ക് പകരം ബീഫ് മസാല ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ അതിലേക്ക് കുറച്ച് ഗരം മസാലയും പിന്നെ ഒന്ന് ഫ്ലേവറിന് വേണ്ടിയിട്ട് വലിയ ജീരകം പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വലിയ ജീരകം മൊത്തത്തിൽ ചേർത്ത് കൊടുക്കുന്നതിനേക്കാളും നല്ലത് ഇതുപോലെ പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്ന കേട്ടോ നല്ലത്. വലിയ ജീരകം ഒന്ന് ചൂടാക്കി എടുക്കുക, എന്നിട്ട് അതിന് ശേഷം ഒന്ന് പൊടിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നല്ല രീതിയിലൊന്ന് ഫ്ലേവറും കാര്യങ്ങളും ഇറങ്ങി കിട്ടിക്കോളും. എന്നിട്ട് നമുക്ക് ഇതൊന്ന് മസാലപ്പൊടികളോടൊക്കെ പച്ചമണമൊക്കെ മാറണമല്ലോ, അതുപോലെ നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. മിക്സാക്കിയതിന് ശേഷം നമുക്കിതൊന്ന് എണ്ണ തെളിഞ്ഞ് വരുന്നൊരു പാകം വരെ നമ്മൾ മിക്സാക്കി കൊടുക്കണം കേട്ടോ. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇതുപോലെ ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഒട്ടും തന്നെ അടിയിലൊന്നും പിടിക്കാതെ കറക്റ്റായിട്ട് സെറ്റായിട്ട് കിട്ടിക്കോളും. ഈ സമയത്ത് ഞാൻ ടേസ്റ്റ് വെക്കുന്ന സമയത്ത് കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ആദ്യം തന്നെ ഉപ്പ് കുറച്ച് ചേർത്ത് കൊടുത്തിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ ഈ സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഇങ്ങ് മിക്സാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മല്ലിയിലുണ്ടെന്നുണ്ടെങ്കിൽ അതുകൂടി ഫൈനലായിട്ട് ഇട്ട് കൊടുക്കുക, എന്നിട്ട് ഇളക്കി കൊടുത്താൽ മതി. അതിനുശേഷം 2-3 മിനിറ്റിന് ശേഷം ഒന്ന് തുറന്ന് നോക്കിയിട്ട് സെർവ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പി തന്നെയാണിത്. കുട്ടികൾക്കാണെങ്കിലും സ്കൂളിലേക്കൊക്കെ ടിഫിൻ്റെ കൂടെ കൊടുത്തേക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പി തന്നെയാണ് കേട്ടോ. ഒഴിച്ചുകറിയൊന്നും ഇല്ലാതെ നമുക്ക് സ്കൂളിലേക്കും ഓഫീസിലേക്കൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറി തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിങ്ങനെ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുതേ. അപ്പോൾ നമുക്കിതിനേക്കാളും നല്ല കിടിലൻ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക്